Let us talk about beauty. അപ്പോൾ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഞാൻ പഠിച്ചതിൽ നിന്ന്, ഇംഗ്ലീഷിൽ പഠിച്ചതിൽ നിന്ന് ഒരു 7 സ്റ്റേജ് നമ്മുടെ ലൈഫിലുണ്ട്. നമ്മളിപ്പം ഏറ്റവും ഒരു സ്മാൾ ബോയ് ഓർ ഗേളായിട്ട്, ബേബി ബോയ് ഓർ ബേബി ഗേൾ, അങ്ങനെ അന്നേരം നമ്മൾ ബേബി ഗേൾ അങ്ങനെ നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇങ്ങനെ ഇൻഫാൻറ്റ് സ്റ്റേജ്, അങ്ങനെ കുറേ സ്റ്റേജുണ്ട്. എനിക്കിപ്പോൾ എല്ലാ സ്റ്റേജും ഓർമ്മയില്ല. ഞാനിങ്ങനെ നിരന്തരം പഠിച്ചതും ഇംഗ്ലീഷ് വലിയ ഇഷ്ടമായതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു 7 സ്റ്റേജ്. അപ്പോൾ സെവൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ലാസ്റ്റ് ഒരു സ്റ്റേജാണ്. നമുക്ക് അത്രയ്ക്ക് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ജീവിക്കുക എന്ന് വെച്ചാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 7 സ്റ്റേജ് നമ്മുടെ ലൈഫിലൂടെ നമ്മളിങ്ങനെ ഓരോ ലൈഫിലും കടന്നു പോകുമ്പം ഓരോ സ്റ്റേജിന് കുറേ ഡ്യൂറേഷനുണ്ട്. ഇപ്പം നമ്മളൊരു ബേബി ബോയ് അല്ലെങ്കിൽ ബേബി ഗേളായിട്ട് ജീവിച്ചാൽ അത് ജനിക്കുമ്പോൾ മാത്രമല്ല, കുറച്ചുകൂടെ പോകുമ്പം ഒരു ബേബി ബോയ് ഓർ ബേബി ഗേൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തൊരു സ്റ്റേജിലോട്ട് പോകുമ്പോൾ പിന്നെയും ഞാൻ കറക്റ്റ് എനിക്കിപ്പോൾ അങ്ങോട്ട് ഓർക്കുന്നില്ല. എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നു, എനിക്കിപ്പോൾ ഓർക്കുന്നില്ല. അപ്പം ഞാൻ ഈ ഓർക്കാത്ത കാര്യം ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ശരിയാകും. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു 7th സ്റ്റേജ് ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. അപ്പോൾ അങ്ങനൊരു പോയം ഞാൻ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും പഠിച്ചതിനെ പറ്റിയൊന്നും പറയത്തില്ല, എനിക്ക് വേറെ സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ആ 7 സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടെ നിന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്, ഞാനും വിശ്വസിക്കുന്നത്, നമുക്ക് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ദൈവം നമ്മളെ ഉളവാക്കി. അപ്പോൾ അവിടെ നമ്മൾ നേരെ പോകുന്നത് എവിടെയാണ്? ദൈവം നമ്മളെ എവിടെയാണോ ജനിപ്പിച്ച് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ കാണുന്നില്ല, നമ്മൾ ദൈവത്തോടൊപ്പം ആയിത്തീരും. അങ്ങനൊരു 7 സ്റ്റേജിലേക്കുള്ളൊരു യാത്രയായിരുന്നു കഴിഞ്ഞ നാളുകളിലെ ജീവിതം. അങ്ങനെ ആ 7 എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തിയതല്ല, ഞങ്ങളെ കൊണ്ടെത്തിച്ചു. അപ്പോൾ പിന്നെ ഇപ്പോൾ എക്സ്ട്രാ വീണ്ടും ഒരു 7 ആകാൻ നമുക്ക് പറ്റുമോ? ആർക്കെങ്കിലും കഴിയുമോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു ബേബി ബോയുടെ സ്കിൻ എങ്ങനെ ആയിരിക്കും? ഏതൊരു കുഞ്ഞ് ജനിച്ചാലും അതിൻ്റെ സ്കിൻ നല്ല ബേബി സ്കിന്നാണ്. അപ്പം ആ ഒരു നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിക്കാം, മക്കളുണ്ടാകാം, മാതാപിതാക്കളാകാം, വല്യപ്പന് വല്യമ്മയാകാം, അങ്ങനെയൊക്കെ വരും. അങ്ങനെ വരുന്ന ഒരു സ്റ്റേജിൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഒരു മിഡിൽ ആയി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പം നമുക്കെല്ലാം പറയാം, വാചകവടി എന്ന് പറയുന്നത് നമുക്ക് വാചകടിച്ച് ഇങ്ങനെ ഇരിക്കാം. പക്ഷെ ആർക്കെങ്കിലും നമ്മളുടെ ബോഡിയിൽ ആ ഒരു സ്റ്റേജ് അങ്ങനെ ആക്കി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പോഷകമില്ലാത്ത ഫുഡ് കഴിച്ചിട്ടാകണം, ഇല്ലെങ്കിൽ നമുക്ക് ആരുമായിട്ടും ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരായിരിക്കണം, ഒന്നിനെപ്പറ്റി അറിവില്ലാതെ നമ്മളൊരു അടച്ച മുറിക്കുള്ളിൽ മാത്രം കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിത്തീരാം. അതൊന്നും അല്ലാത്തൊരു വ്യക്തിയെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് പലതും പറയാൻ ഇങ്ങനെ തോന്നും, പക്ഷെ ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്താൽ യൂട്യൂബിൽ കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ എത്ര എനിക്ക് വീഡിയോ നന്നായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാലും അതിൽ വരുമ്പോൾ ഞാൻ എന്നെ കാണുന്ന കൂട്ടല്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയണം, ഞാൻ എന്നെ കാണാൻ നല്ലതാണ്, ഞാൻ ഫെയറാ, എന്നെ കാണാൻ നല്ലതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പം വീഡിയോയിൽ കാണുന്ന കൂട്ടല്ല, ഭയങ്കര ഗ്ലാമറായിട്ടുള്ള എത്രയോ പേര് അഭിനയിക്കുന്നവരുടെ വീഡിയോകൾ ഇങ്ങനെ വരുമ്പോൾ നോക്കുമ്പം അവരഭിനയിക്കുമ്പോൾ അവരെങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ അവരെ നേരെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ നേരെ തിരിച്ചാണ്. അഭിനയിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാം, അവരെ നേരിൽ കാണുമ്പം ഒരു കുഴപ്പമില്ല. ഇവിടെ നേരെ തിരിച്ചാൽ നേരിൽ കാണുമ്പം എങ്ങനെയാ, അത് ഏകദേശം അങ്ങനെയാണ്, എങ്കിലും അങ്ങനല്ല. എപ്പോഴും മുഖത്ത് ചേഞ്ചസ് അങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ നമ്മളെങ്ങനെയാണ്? അപ്പോൾ നമ്മളിപ്പോൾ അതിനെപ്പറ്റി എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെന്ത് വെറും ബ്ലഡി ഫൂൾ, നമ്മളതാ വെറും ഒരു വിഡ്ഢിയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.